ബഹുമാന്യരായ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. കുറച്ചധികമായി നമ്മൾ തിരക്കുകൾ കൊണ്ട് വീഡിയോകളും മറ്റും ചെയ്യുന്നതിന് ചില കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ആയതിനാൽ യഥാസമയം വീഡിയോകൾ ചെയ്ത് ജ്യോതിഷപ്രേമികൾക്ക് നൽകുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതിൽ അതിയായി തന്നെ ക്ലേശിക്കുന്നു. ആയതിന് എല്ലാ തരത്തിലും ക്ഷമ ആദ്യമേ പറയുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലം വരവായി. വളരെ കാലങ്ങളായി നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനായിക്കൊണ്ട്. വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് അടുത്തു തന്നെ രാശിപ്പകർച്ചയുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം. ആയത് 2026 ജൂൺ 2 ഇടവമാസം 8-ാം തീയതി പുലർച്ചെ 1:48 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കുള്ള രാശിപ്പകർച്ചയാണ്. അതിനോടനുബന്ധമായ വിശേഷമായ കുറച്ച് കാര്യങ്ങൾ ജ്യോതിഷപ്രേമികളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൽ ചില വിമർശനങ്ങളും മറ്റ് അനേകം പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന ഫലത്തിന് വിപരീതമായ ചില ഫലങ്ങളുമൊക്കെ കണ്ടെന്നു വരാം. ആയത് എൻ്റെ നിരൂപണമാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ ഗ്രന്ഥപരിചയത്തിൽ നിന്നും എൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും ഞാൻ ഉൾക്കൊള്ളുന്നതായ ഫലമാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ചിലതൊക്കെ ഫലമായും ചിലതൊക്കെ വിഫലമായും കണ്ടേക്കാം. എന്നാലും 100% കൃത്യതയോടുകൂടി ഫലമെത്തിക്കുക എന്നത് അസംഭവ്യമാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാൽ കഴിയുന്ന എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു ഉത്തമമായ ഫലം, ഒരു ഗ്രഹചാര ഫലം ജ്യോതിഷപ്രേമികൾക്ക് സംഭാവന ചെയ്യുക, നൽകുക എന്നതൊക്കെയാണ് എൻ്റെ സതുദ്ദേശം. ആയത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് അതിയായ വിശ്വാസമുള്ളതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ശ്രീ ഗുരവേ നമഃ. വ്യാഴം തൻ്റെ ഉച്ചരാശിയിലെത്തുന്ന സമയത്ത് വ്യാഴത്തിന് ആ രാശിയിൽ നൽകുന്ന ഫലം എന്തെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യമേ പരിശോധിക്കുകയാണ്. എന്താണ് വ്യാഴം കർക്കിടകൻ രാശിയിലെത്തുമ്പോഴുള്ള ഫലം? ഇതിൽ നിന്നാണ് മറ്റ് ഓരോ ഭാവങ്ങളിലേക്കും ഫലം ക്രമപ്പെടുത്തുന്നത്. അപ്പോൾ വ്യാഴം ആ രാശിയിൽ കർക്കിടകൻ രാശിയിൽ എത്തുന്ന സമയം വ്യാഴത്തിന് സ്വതവേയുള്ള ഫലം എന്താണ്? വിദ്വാൻ ഗുരുരാഢ്യം വിദ്വാ സംസർകൃതം കുശലം. അതായത് പ്രസിദ്ധി, പ്രഭുത്വം, വിദ്വാനാവുക, അന്യരാൽ സൽക്കരിക്കപ്പെടുക, ശുഭത്വമുണ്ടാവുക, സാമർഥ്യമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഫലവും ചന്ദ്രേ രത്ന സുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത എന്നും മറ്റൊരു ഫലവും കാണുന്നു. ഇനി മഹാന്മാരായിരിക്കുന്ന ചില പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായത്തെ ഞാൻ ഇവിടേക്ക് ക്രോഡീകരിക്കുകയാണ്. ഒരു ജാതകന് വ്യാഴദശ നടപ്പ് ദശ എന്ന് പറയുന്നത് ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലം വ്യാഴദശയാണെന്നിരിക്കട്ടെ, ആ ജാതകന് ചാരവശാൽ വ്യാഴം ഉച്ചരാശിയിലെത്തുന്ന കാലം അത്യന്തം ഗുണപ്രദമാണ് എന്നും, അഥവാ ജാതകത്തിൽ വ്യാഴം ദുസ്ഥനായിട്ടോ ബലഹീനനായിട്ടോ നീചത്തിലോ ഒക്കെ നിൽക്കുകയാണ്, ശത്രുക്ഷേത്ര സ്ഥിതിയിൽ അനിഷ്ടഭാവത്തിലോ ഒക്കെ നിൽക്കുകയാണ് ജാതകന് വ്യാഴം ജാതകത്തിലെങ്കിൽ, ചാരവശാൽ വ്യാഴം ഉച്ചത്തിൽ വരുന്ന കാലം ആ ജാതകന് അല്പമായ ശുഭഫലത്തെ അത് നൽകും എന്ന് ചില വിദ്വാൻമാർ പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വ്യാഴം ഉച്ചരാശിയിലേക്ക് എത്തുന്നതായ ഇക്കാലത്ത് വ്യാഴം അനിഷ്ടത്തിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ നടപ്പ് ദശാകാലത്തിലുള്ള ജാതകർക്കും അല്പമായ ഗുണത്തെയൊക്കെ വ്യാഴം നൽകും എന്ന് നമ്മൾ അതിൽ നിന്നും അനുമാനിക്കേണ്ടതുണ്ട്. വ്യാഴം കർക്കിടകൻ രാശിയിൽ എത്തുമ്പോൾ കർക്കിടകൻ രാശി ജന്മരാശിയായി വരുന്ന പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വരുന്നതായ ഫലം എന്തെന്നാൽ
ജീവേ ജന്മനി ദേശനിർഗമനം അപ്യർത്ഥച്യുതിം ശത്രുതാം എന്നും സ്ഥാനഭ്രംശധനക്ഷയോ കലഹ ദീജാഢ്യോ ഗുരോ ജന്മകേ എന്നും ഫലം കാണുന്നു. എന്തെന്നാൽ വ്യാഴം ചാരവശാൽ ജന്മക്കൂറിൽ നിൽക്കുന്ന കാലം സ്ഥാനചലനം, ധനനഷ്ടം, കലഹം, ബുദ്ധിക്ക് മന്ദത എന്നിവയൊക്കെയാണ് ഫലം. പല കാരണങ്ങളാൽ ദേശം വിട്ടു പോവുക, ധനനാശം ഉണ്ടാവുക, ശത്രുക്കൾ ഉണ്ടാവുക, പലതരത്തിൽ ക്ലേശങ്ങളും ബന്ധനമടക്കം, ജയിൽവാസമടക്കം, ഒരിടത്തോട്ടും നമുക്ക് സഞ്ചരിക്കാൻ വയ്യാതെ നമുക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതായ അവസ്ഥ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ജന്മവ്യാഴത്തിൻ്റെ ഫലം. എല്ലാവരും വ്യാഴത്തിൻ്റെ ചാരഫലം ഗംഭീരമായൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഈ സമയത്ത് പല പ്രകാരേണ വ്യാഴത്തിൻ്റെ അനുകൂലതകൾക്ക് മങ്ങലുണ്ടാകും എന്ന് പറയുന്ന ഒരു നിയമം സ്വായധർമ്മതനയ സംസ്ഥിതോ നായക പുരോഹിത ശുഭ രിഭ രന്ധ്രഖ ജലതൃഗൈർ യഥാ വിദ്യതേ ഗഗനചാരിഭിർ നഹി. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ, വ്യാഴം ചാരവശാൽ 2, 11, 9, 5, 7 ഭാവങ്ങളിൽ നിന്നാൽ ശുഭമാണ്. എന്നാൽ അങ്ങനെ നിൽക്കുന്നതായ വ്യാഴത്തിന് അക്കാലത്തിൽ 2, 3, 4, 8, 10, 12 എന്നീ ഭാവങ്ങളിൽ യാതൊരു ഗ്രഹങ്ങളും ഉണ്ടാകരുത് എന്നും അങ്ങനെ ഉണ്ടായാൽ ഫലം വിപരീതമാകുമെന്നും ഫലദ്വീപികയിൽ ഒരു ശ്ലോകം പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പല കാലത്തും ഈ പറയുന്ന ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ വരുന്ന കാലം വ്യാഴത്തിന് പറയുന്നതായ ഫലങ്ങൾക്ക് ന്യൂനതകൾ വന്നുകൂടാം. ഇനി വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതായ മിഥുനക്കൂറുകാർ, അതായത് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും ചേരുന്നതായ മിഥുനൻ രാശി നക്ഷത്രക്കാർക്ക് പ്രാപ്നോതി ദ്രവിണം കുടുംബസുഖമപ്യർത്ഥേ സ്വവാചാം ഫലം ലാഭോർദ്ധസ്യ രിഭുക്ഷയശ്ച സുദൃശാം ഭോഗാദ്വിതീയസ്ഥിതേ. വ്യാഴം ചാരവശാൽ 2-ാം ഭാവത്ത് സഞ്ചരിക്കുന്നതായ കാലത്ത് വളരെ ധനലാഭവും ശത്രുക്കൾക്ക് നാശവും സ്ത്രീ സുഖവും ഉണ്ടാകും. ഗൃഹത്തിൽ ഐശ്വര്യം വന്നു ചേരും, പറഞ്ഞ വാക്ക് പാലിക്കപ്പെടും. ഇതൊക്കെയാണ് ഗുണമായിട്ട് പറയേണ്ടുന്നത്. ഇനി വ്യാഴം ചാരവശാൽ 3-ൽ സഞ്ചരിക്കുന്നതായ ഇടവക്കൂറുകാർക്ക് കാർത്തികയുടെ അവസാന 3/4 ഭാഗവും രോഹിണിയും മകയിരത്തരയും ചേരുന്നതായ നക്ഷത്രക്കാർ ദുശ്ചിത്കേ സ്ഥിതിനാശമിഷ്ടവിയുതിം കാര്യാന്തരായം രുജം ഭ്രംശാൽ സ്വാൻ പദശ്ച കാര്യവിഹതിം നൃണാം തൃതീയസ്ഥിതേ ഗുരു. വ്യാഴം ചാരവശാൽ 3-ൽ സഞ്ചരിക്കുന്ന കാലത്ത് സ്വസ്ഥത നശിക്കും, കാര്യങ്ങൾ പലതും നടക്കാതെ വരുന്നതായ അവസ്ഥയും ഇഷ്ടജനങ്ങളെ പിരിയേണ്ടുന്ന അവസ്ഥയും ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നതായ അവസ്ഥയും കാണാം. കാര്യതടസ്സം, ചില രോഗങ്ങളുടെ തുടക്കവുമായിരിക്കും അക്കാലം. വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നതായ മേടക്കൂറുകാരുടെ ഫലം അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ 1/4 ഭാഗം ചേരുന്നതാണ് മേടക്കൂറ് എന്ന് നമുക്കറിയാം. അങ്ങനെ മേടക്കൂറുകാർക്ക് വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് ദുഃഖൈർബന്ധുജനോദ്ഭവശ്ച ഹിബുഗേ ദൈന്യം ച ദുഷ്പാദ്ഭയം ക്ലേശാബന്ധുജനോദ്ധിതന്ന ച സുഖം കുത്രാപി ബന്ധുസ്ഥിതേ. വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് ബന്ധുക്കളിൽ അഥവാ ബന്ധുക്കൾ മൂലം ഉണ്ടാകുന്നതായ ദുഃഖങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെ ചില ദീനത്വവും നാൽക്കാലി അഥവാ മൃഗങ്ങളിൽ നിന്നിട്ട് വന്യജീവികളിൽ നിന്നിട്ടുള്ള ആപത്തുക്കൾ വളരെയധികം വർദ്ധിക്കും. ഈ കാടിൻ്റെ സമീപം താമസിക്കുന്നവർക്കൊക്കെ വളരെയധികം ആപത്തുണ്ടാവുന്ന ഒരു കാലം കൂടിയായിരിക്കും ഇത്. വനമേഖലയെന്നൊന്നും പറയണ്ട, എങ്കിലും കാടിൻ്റെ സമീപത്തൊന്നും അല്ല ഇന്ന് നാൽക്കാലികളുള്ളത്. എന്തായാലും നാൽക്കാലി ആപത്ത് ഇക്കാലത്ത് വർദ്ധിക്കുമെന്ന് കൂടി നമുക്കിതിൽ നിന്ന് അനുമാനിക്കേണ്ടതായി വരും. വ്യാഴം കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഈ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. അക്കാലത്ത് ഈ സാഗരങ്ങളിൽ കർക്കിടക സാഗരശൈവ എന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ജലാശയങ്ങളിൽ ആപത്തുണ്ടാവാനും കടലിൽ ആപത്തുണ്ടാവാനും ഒക്കെയുള്ള സാധ്യത. ഈ ജലം, വെള്ളമാണ് സാധനം, അപകട സാധനം വെള്ളമാണ്. അപ്പോൾ വെള്ളം ഹേതുകമായിട്ട് ധാരാളം അപകടങ്ങളും ആപത്തുക്കളും ജനങ്ങൾക്ക് ഭീതിയും ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കുമെന്ന് കൂടി നമ്മൾ മുന്നേ പറയേണ്ടതായിരുന്നു. ഇതിനോടുകൂടി പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് വ്യാഴം 5-ൽ സഞ്ചരിക്കുന്ന, ചാരവശാൽ 5-ൽ സഞ്ചരിക്കുന്നതായ മീനൻ രാശി അഥവാ മീനക്കൂറുകാരായിരിക്കണം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക്. പുത്രോൽപത്തിമുപൈതി സജ്ജനയുതിം രാജാനുകൂല്യം സുതേ അശ്വേഷാത്മജ ഹേമരത്നതരുണീ വാസോ ഗൃഹാപ്തിസുതേ. വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് പുത്രൻ ഉണ്ടാകും, സജ്ജന സംസർഗമുണ്ടാകും, രാജ്യാനുകൂല്യം അഥവാ ഈ PhD ഒക്കെ എടുക്കുന്നവർക്ക് ആ PhD ഒക്കെ ലഭിക്കുന്നതായ കാലമായിരിക്കും എന്നും പറയുന്നു. കുതിര, വിലയേറിയ നാൽക്കാലികളെ വാങ്ങുക, സ്വർണം, രത്നം, വില കൂടിയ വസ്ത്രം, സ്ത്രീ സുഖം, ഗൃഹലാഭം എന്നിവയൊക്കെ ഉണ്ടാകും. വ്യാഴം 6-ൽ ചാരവശാൽ സഞ്ചരിക്കുന്നതായ കുംഭക്കൂറുകാർ, അതായത് അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ നക്ഷത്രം ചേരുന്നതായ കുംഭക്കൂറുകാർക്ക്. ഷഷ്ടേ മന്ത്രിണി പീഠയന്തിരിപവഃ സജ്ഞാതയോ വ്യാധയഃ ജീവേസ്തുഷി ഷഷ്ടഭേ നഹി സുഖം തൽസാധനേ സത്യപി എന്ന് പറഞ്ഞിരിക്കുന്നു. വ്യാഴം ചാരവശാൽ 6-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് സുഖഭോഗ വസ്തുക്കൾ ഉണ്ടായാൽ പോലും സുഖമുണ്ടാവില്ല. സുഖത്തെ ആഗ്രഹിക്കാൻ എത്ര ശ്രമിച്ചാലും അതിന് പരിപൂർണമായ ഫലത്തെ ലഭിക്കുന്നതല്ല. കാര്യവിജയങ്ങൾക്ക് കാലതാമസമുണ്ടാകും. ശത്രുപീഠ, രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുംഭക്കൂറുകാർക്ക് വിശേഷമായൊരു ഫലം നമ്മളിവിടെ പറയേണ്ടത്, അതായത് അവരുടെ 2-ാം 11-ാം ഭാവാധിപതിയായിരിക്കണ വ്യാഴമാണ്. ധനാധിയോഗങ്ങളെ നൽകേണ്ടുന്നതായ ധനാധിയോഗകാരകനായിരിക്കണ വ്യാഴം ദുസ്ഥനാവുന്ന കാലത്ത് അവർക്ക് ധനഹാനിയും അതുപോലെ പല പ്രകാരേണ കാര്യനഷ്ടവും ഉണ്ടാകുന്നൊരു കാലമാണ്. വളരെ സൂക്ഷിക്കണം കുംഭക്കൂറുകാർ. ഒരു കാരണവശാലും കുംഭക്കൂറുകാർ ഇന്നുള്ള ജോലി, അവരുടെ സ്ഥിതികൾക്ക് ഒരു കാരണവശാലും കാര്യമില്ലാതെ നാശം വരുത്തരുത്. ജോലി മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കുക, കാലം അനുകൂലമായതിന് ശേഷം ശ്രമിക്കുക. ഇല്ലെങ്കിൽ കയ്യിലിരുന്നത് പോവുകയും ചെയ്യും, ആഗ്രഹിച്ചത് കിട്ടുകയുമില്ല എന്ന ഫലം അവർ അനുഭവിക്കേണ്ടി വരും. വ്യാഴം ചാരവശാൽ 7-ൽ സഞ്ചരിക്കുന്നതായ മകരക്കൂറുകാർ അഥവാ മകരൻ രാശി വരുന്നതായ ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക്. വ്യാഴം 7-ൽ സഞ്ചരിക്കുന്നതായ കാലം യാത്രാം ശോഭനഹേതവേ വനിതയാ സൗഖ്യം സുതാപ്തിം സ്മരേ എന്നും ദീവാങ്നൈപുണമർദ്ധസിദ്ധി തരുണീഭോഗാധികം സപ്തമേ. വളരെ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകും, അഥവാ കൈലാസം യാത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ആൾക്കാരൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പല കാലമായി ഞാനങ്ങനെ ഒരു തീർത്ഥാടനം ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. അങ്ങനെയുള്ള ചില യാത്രകളൊക്കെ സാധിക്കും. ചില നല്ല കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതായിരിക്കുന്ന ഒരു കാലമാണ്. കല്യാണം നടക്കും എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം. പുത്രൻ ജനിക്കും. വളരെ അഭീഷ്ടമായ പല ഗുണങ്ങളും ഇക്കാലത്ത് അവർക്ക് വന്നു ചേരും. ബുദ്ധിസാമർഥ്യം, വാക്സാമർഥ്യം, കാര്യസിദ്ധി, ധനലാഭം ഇങ്ങനെയുള്ളതായ ഗുണങ്ങളും ഇക്കാലത്ത് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. എന്നാൽ മകരൻ രാശിയെ സംബന്ധിച്ച് 12-ാം ഭാവാധിപതിയും 3-ാം ഭാവാധിപതിയുമായിരിക്കുന്ന വ്യാഴമാണ്. ജന്മരാശിയിൽ നീചം വരുന്നതായ വ്യാഴമാണ് 7-ൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചിലരുടെയൊക്കെ അഭിപ്രായത്തിൽ മോശഫലം കണ്ടു എന്ന് വരാം. എന്നാലും അത് ജന്മരാശിയായിട്ട് വ്യാഴത്തിൻ്റെ ജന്മരാശിയായി നിൽക്കുന്ന വ്യാഴമാകയാൽ അത് ഗുണമായി സംഭവിക്കും. ആ ഭാവം പ്രതിയുള്ളതായ ഗുണങ്ങളൊക്കെ ഈ
മകരക്കൂറുകാർ അനുഭവിക്കും എന്ന് സാരം. വ്യാഴം അഷ്ടമരാശിക്കൂറിൽ സഞ്ചരിക്കുന്നതായ ധനുരാശിയിൽ വരുന്നതായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗ നക്ഷത്രക്കാർക്ക് മൃത്യുക്ലേശമരിഷ്ടമഷ്ടമഗതേ നഷ്ടം ധനേ കഷ്ടത തീവ്രാ ദുഃഖഗത നിബന്ധനമജസ്രാദ്വാടനം ജാഷ്ടമേ. എന്നുവെച്ചാൽ വ്യാഴം 8-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് കഠിനമായ ദുഃഖവും കഠിനമായ രോഗം, ബന്ധനം, ജയിൽവാസം, ഒരു കാര്യവും നടക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായ അവസ്ഥ, കയ്യിലുള്ളതൊക്കെ പലതും വിലപിടിപ്പുള്ളതും വളരെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയത് പലതും നഷ്ടമാകുന്നതായ അവസ്ഥ, ചില മരണസമാനമായ അവസ്ഥകളും ധനനഷ്ടവും കഷ്ടതയും, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചിലർ നമ്മളോട് കാര്യമില്ലാതെ നമ്മളോട് കലഹിച്ചു പോകുന്നതായ അവസ്ഥ, ഇതൊക്കെ നമുക്ക് മനസ്സിന് ദുഃഖമുണ്ടാവും. ഏറ്റവും വേണ്ടപ്പെട്ട ചിലരുടെ മരണം, ചില അപകടങ്ങൾ, ഇതൊക്കെ നമുക്ക് നേരിടേണ്ടതായ കാലമാണ്. അടുത്ത വ്യാഴം ചാരവശാൽ 9-ൽ സഞ്ചരിക്കുന്നതായ വൃശ്ചികക്കൂറുകാർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നതായ കാലം ഭാഗ്യേ ജീവേ സർവസൗഭാഗ്യസിദ്ധിം ഭാര്യാപുത്രധനാഗമോ നിപുണതാ സിദ്ധിശ്ച കർമ്മജ്ഞയോ എന്ന് പറഞ്ഞിരിക്കണം. എന്തെന്നാൽ സർവസൗഭാഗ്യസിദ്ധിയും ഉണ്ടാകും എന്ന് തന്നെ. ഭാര്യാലബ്ധി, സന്താനസിദ്ധി, ധനലാഭം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരിക, സൽക്കർമ്മങ്ങൾക്കൊക്കെ പങ്കുചേരാൻ പറ്റുക, യാഗം മുതലായതിനൊക്കെ പങ്കുചേരാനോ അതിന് സാന്നിധ്യം കൊള്ളാനോ ഒക്കെ സാധിക്കുക, വിദ്വാൻമാരുമായി സംസർഗത്തിൽ ഏർപ്പെടുക, വലിയ സദസ്സുകളിൽ ആദരിക്കപ്പെടുക എന്നതൊക്കെയുണ്ട് ഫലം. അടുത്തത് വ്യാഴം ചാരവശാൽ 10-ൽ സഞ്ചരിക്കുന്നതായ തുലാം രാശിക്കൂറുകാർ. തുലാം രാശിയിൽ വരുന്നതായ ചിത്തിരയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും വരുന്നതായ തുലാം രാശിക്കൂറുകാർക്ക് വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് കർമ്മണ്യർത്ഥ സ്ഥാനപുത്രാദിപീഠാം എന്നും ദശമസ്ഥിതേതു ദിഷണേ സ്ഥാനാർദ്ധനാശാധികം. ഈ ഫലമനുസരിച്ച് 10-ൽ വ്യാഴം സഞ്ചരിക്കുന്നതായ കാലത്ത് സ്ഥാനഭ്രംശവും നരനഷ്ടവും കർമ്മനാശവും ഒക്കെയാണ് ഫലം പറയുന്നത്. സ്ഥാനം, അർത്ഥം, പുത്രൻ എന്നിവയ്ക്ക് നാശമുണ്ടാവും, മാനക്ഷയമുണ്ടാകും എന്നൊക്കെയാണ് വ്യാഴം ചാരവശാൽ 10-ൽ സഞ്ചരിക്കുന്നതായ കാലത്തെ ചാരഫലം പറയുന്നത്. എന്നാൽ അതിന് വിപരീതമായി തുലാം രാശിക്കൂറുകാർക്ക് 3-ഉം 6-ഉം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴമാണ് 10-ൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഒരു ദോഷമായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടി വരും. ആ വ്യാഴം ഉച്ചത്തിലായതുകൊണ്ടും ആ വ്യാഴത്തിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഗുണഫലങ്ങളെക്കാൾ ദോഷഫലം കുറഞ്ഞിരിക്കും എന്നും പറയേണ്ടി വരും. അധിക ദോഷമാവില്ല ഉണ്ടാവുക, എന്നാൽ വലിയ ഗുണങ്ങളും ഉണ്ടാവില്ല. ഉള്ളതെന്താണോ അത് അല്പാൽപമായി അനുഭവിക്കും. പറയേണ്ടി വരുന്നത് നമുക്കൊരു സങ്കടം തന്നെയാണ്. അവർക്കതുകൊണ്ട് നമ്മൾ പറയുന്നത് വിഷ്ണു ഭജനം തന്നെ ചെയ്യൂ എന്ന് തന്നെയാണ്. ഇനി വ്യാഴം ചാരവശാൽ 11-ൽ സഞ്ചരിക്കുന്നതായ കന്നിരാശിക്കൂറുകാർ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ, അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് വ്യാഴം 11-ൽ സഞ്ചരിക്കുന്നതായ കാലത്ത് ലാഭേ പുത്ര സ്ഥാന അനാദിലാഭം എന്നാണ് ഒരിടത്ത് പറഞ്ഞിട്ടുള്ളത്. ലാഭസ്തേ അഭിമതാർത്ഥലബ്ധിരിതര സ്ഥാനാപ്തിരിത്യാദികം. എന്തെന്നാൽ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധിക്കും, സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാകും, എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും എന്ന് തന്നെയാണ് പറയണേ. വളരെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ധനം ഒക്കെ ഉണ്ടാകും എന്ന് കന്നിരാശി കൊണ്ട് യാത്ര, വിശേഷമായും വിദേശയാത്ര നടക്കും എന്ന് കടൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇക്കാലം വളരെ അനുകൂലമാണ്. പ്രയത്നിച്ചാൽ വളരെ വേഗം അതൊക്കെ സാധിക്കും എന്ന്
11 വ്യാഴം വരുന്നതായ കന്നിക്കൂറുകാരുടെ ഫലം. അടുത്ത 12 വ്യാഴം വരുന്നതായ ചിങ്ങൻ രാശിക്കൂറുകാരുടെ ഫലം. ചിങ്ങക്കൂറിൽ വരുന്നതായ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യകാൽ ഭാഗം എന്നതാണ് ചിങ്ങക്കൂറ് നക്ഷത്രക്കാർ. ഇവർക്ക് വരുന്ന ഒരു വർഷക്കാലം. രിഭ്യേ ദുഃഖസാധ്വസം ദ്രവ്യഹേതോ ദീർഘാദ്വാടനമുഗ്രദുഃഖജനനം ച അന്ത്യസ്ഥിതേ സംഭവേൽ. എന്തെന്നാൽ ദുഃഖവും ദ്രവ്യങ്ങൾക്ക് നാശവും ഉണ്ടാവും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അതീവ കഠിനമായ അലഞ്ഞുതിരിയലാണ് ഉണ്ടാവുക, ഒരു കാര്യങ്ങളും നടക്കാത്ത അവസ്ഥ, എല്ലാത്തിനും 100 തടസ്സങ്ങളുണ്ടാവുക, അതികഠിനമായ ദുഃഖമുണ്ടാവുക, പലരും നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതായ അവസ്ഥ, പലതും കയ്യിൽ നിന്ന് നഷ്ടമാകുന്ന അവസ്ഥ. നമുക്കറിയാം, അഷ്ടമാധിപത്യം വഹിച്ച വ്യാഴത്തിൻ്റെ 12 സ്ഥിതിയാണ് ഇക്കാലത്ത് മരണസമാനമായ ദുഃഖങ്ങളുണ്ടാവാം. അക്കാലത്ത് നിങ്ങൾ ശിവഭജനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അഥവാ ശിവനെയും വിഷ്ണുവിനെയും ഭജിക്കുക, ശങ്കരനാരായണനെ ഭജിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ധർമ്മദേവതയെ ഭജിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി പറയേണ്ടി വരും. ഇങ്ങനെ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നതായ 12 കൂറുകാരുടെ 27 നക്ഷത്രക്കാരുടെ ഫലം സാമാന്യേന നമ്മൾ പറയുന്നു. ഇതിൽ ചില ന്യൂനതകളും അഥവാ മറ്റു ചിലരുടെ ഫലങ്ങളിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആയത് ഞാൻ മുന്നേ പറഞ്ഞു, എൻ്റേതായ നിഗമനങ്ങളും നിരൂപണങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പലതും 100% ഫലവത്താകുമെന്നുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജ്യോതിഷ ഗവേഷണ കേന്ദ്രവുമായി നേരിട്ടോ ഫോണിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ നല്ല നല്ല അറിവുകൾക്കും പുതിയ പുതിയ വിഷയങ്ങൾക്കും ചർച്ചകൾക്കും ഇനിയും തുടർന്നും നമ്മുടെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ദക്ഷിണാമൂർത്തേ നമ. ഗുരുപാരമ്പര്യേഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.